ഉണ്ണിയമ്മേ തുമ്പടി വന്നു. മകളും കൊച്ചുമകനും തന്റെ കൂടെ വിഴിഞ്ഞത്തേക്ക് വന്നത് തന്റെ മകനും കൊച്ചുമകളും ആയതുകൊണ്ടാണെന്ന് പിണറായി വിജയൻ ന്യായീകരിക്കുന്നു. വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച തർക്കമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ. എന്നോടൊപ്പം ശ്രീ അനിൽകുമാർ. അല്ല, ബാബു ബജറംഗിമാരെ പോലുള്ള ആളുകള് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കടന്നു വരാൻ ഒരു തരത്തിലും ആഗ്രഹിക്കാത്ത ഒരു കൂട്ടരാണ് ഞങ്ങൾ. ഭയങ്കരം തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ വളരെ ജാഗ്രതയായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കടന്നുകയറ്റക്കാരുടെ അല്ലെങ്കിൽ കുമ്മനടിക്കാൻ വരിക നിങ്ങൾ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആളുകളെ ഞങ്ങളാരും ഉൾപ്പെടുത്താൻ താല്പര്യപ്പെട്ടിട്ടേയില്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു തുറമുഖമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അവരുടെ പാർട്ടിയോ അവരുടെ സർക്കാരോ ഇക്കാര്യത്തിൽ ഒരു സഹായവും കേരളത്തിന് നൽകുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. തൊട്ടപ്പുറത്ത് ഒരു തുറമുഖം വരുമ്പോൾ അവർക്ക് VGF ആയിട്ട് ഗ്രാന്റ് അനുവദിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ തുറമുഖത്തിനും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ആ ഗ്യാപ്പ് വയബിലിറ്റി ഫണ്ടായിട്ട് ഗ്രാന്റ് അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം അത് കടമായിട്ട് എഴുതി വെച്ചിട്ട് കാശ് കുത്തിരി പിടിച്ച് വാങ്ങിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ആ ഗുണ്ടാപ്പെരുവിന് വരുന്ന ആളാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന് എനിക്കറിയില്ല. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. പ്രധാനമന്ത്രി ഇത് ഓർപ്പിക്കാൻ ഞങ്ങളുടെ ഗുണ്ടയെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാശ് പിരിക്കാനായിട്ട് ഈ ഗുണ്ട വരും. അങ്ങനെ ഞങ്ങളുടെ ഗുണ്ട പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണേ. പ്രധാനമന്ത്രിക്ക് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണല്ലേ? അല്ലല്ല, അങ്ങനെയൊന്നും എന്തെങ്കിലും പറഞ്ഞിറങ്ങി പോകാൻ നോക്കണ്ട. വാക്കുകൾ മാന്യമായിട്ട് ഉപയോഗിച്ചാൽ മതി. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊല ഇല്ലാത്ത കൊമ്പൻ. അല്പന്മാര് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുകയാണ്. അല്ലല്ല, അങ്ങനെ വാക്കുകൾ അല്പന്മാര് നമുക്ക് നല്ല വാക്കുകൾ അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. നല്ല വാക്കുകളാ പറയണത്. എന്തോ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറയാം. എന്തിന്റെ പരസ്യം? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. മാന്യമായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത മാന്യത സർക്കാർ പത്രത്തിൽ പരസ്യം കൊടുത്ത ചർച്ച അവസാനിപ്പിക്കും. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ അവിടുത്തെ സാന്നിധ്യം ഒരു അനൗചിത്യമാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ആ സാമാന്യമായ വാചകം എടുത്താൽ അപ്പോ എന്തൊക്കെ അനൗചിത്യമാണ് നടക്കുന്നത്? ഇതിന്റെ അവലോകന യോഗത്തിന് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ആരാണ് ഇരിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ്. അതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾ ഇരിക്കുന്നു, കൊച്ചുമകൻ ഇരിക്കുന്നു. അവലോകന യോഗത്തിൽ ഇപ്പൊ നമ്മൾ ഈ ദുബായ് കിരീടാവകാശി, അബുദാബി കിരീടാവകാശി എന്നൊക്കെ പറയുന്നത് പോലെ കിരീടാവകാശി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കൊച്ചുമകൻ ഇരിക്കുന്നു, മകൾ ഇരിക്കുന്നു. ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയുടെ അവലോകന യോഗമാണ് എന്നോർക്കണം. മുഖ്യമന്ത്രിയോടൊപ്പം ഇന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ മകനും കൊച്ചുമകനും ആയതുകൊണ്ടാണല്ലോ വന്നത് എന്നാണ്. അപ്പോ ഇമ്മട്ടിലുള്ള അനൗചിത്യമാകാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. മറ്റു മാധ്യമപ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഭിലാഷ് സത്യസന്ധത പുലർത്തുന്ന ഒരാളായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാക്കാം. ഇന്നെന്തോ അഭിലാഷിനൊരു തെറ്റുപറ്റി. എന്താ തെറ്റുപറ്റിയത്? അവലോകന യോഗം. അവലോകന യോഗത്തിന് അജണ്ട വേണം. എന്നിട്ട് 2 അവലോകന യോഗത്തിന് മിനിറ്റ്സ് വേണം. 3 അവലോകന യോഗത്തിൽ ആര് വേണം? ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ചീഫ് സെക്രട്ടറി വേണം. അതിനൊന്നും ഇല്ലേ? പോർട്ടിന്റെ സെക്രട്ടറി വേണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം. എന്താ അവലോകനം അവിടെ നടന്നത്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അങ്ങ് അല്പമെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാധ്യമം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അങ്ങ് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. അല്ല, അപ്പൊ അവിടെ നടന്നത് എന്താണ്? നിങ്ങൾ ഇതിനിറങ്ങി പുറപ്പെടാൻ പാടില്ല. കാരണം എന്താണ് നടന്നത്? എന്താന്നുള്ള എല്ലാവരും കണ്ടതല്ലേ. മുഖ്യമന്ത്രിയുടെ ആഫീസ് എന്താ വ്യക്താക്കിയത്? അവിടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും മകളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു. ബാക്കി പറ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവിടുത്തെ സിഇഒയും പോർട്ടിലെ അധികാരികളും സ്വീകരിച്ചു.
പോർട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ അവരവിടെ പ്രസന്റ് ചെയ്തു. ഇവരവിടെ നിന്ന് കണ്ടു. ഇത്തരം കാര്യം വൈകുന്നേരം 6:34 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തതാണ്. അതിനപ്പുറത്തൊരു അവലോകന യോഗം എവിടുന്നാണ് അഭിലാഷ് ഇപ്പോൾ ഉണ്ടാക്കിയത്? ഇത് അഭിലാഷ് ഇന്നുണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന വാചകം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി മനസ്സിലാക്കാൻ വിഴിഞ്ഞത്ത് എത്തിയപ്പോൾ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അവിടെ കണ്ടെയ്നർ നീക്കം നിയന്ത്രിക്കുന്നത് കുറെ വനിതകളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയണം. അപ്പോ മുഖ്യമന്ത്രി തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലല്ലേ? അവലോകന യോഗമെന്നാണ്. ഒരു മുഖ്യമന്ത്രി അവിടെ പോകുന്നു. ആ പോകുന്ന കൂടെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുണ്ട്. മുഖ്യമന്ത്രി വ്യക്തിപരമായി തന്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വരികയാണ്. കുടുംബാംഗങ്ങൾ കൂടിപ്പോയി. അതേസമയം അവലോകന യോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഔദ്യോഗികമാണ്. ഔദ്യോഗികമാണ്, മിനിറ്റ്സ് വേണം. 2, അതിന് ചീഫ് സെക്രട്ടറി വേണം, വകുപ്പ് സെക്രട്ടറി വേണം. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അതിന് അജണ്ട വേണം, തീരുമാനം വേണം. ഇത് വല്ലതും അഭിലാഷ് കണ്ടിട്ടുണ്ടോ? നമ്മളൊരു വ്യാജം നിർമ്മിക്കുമ്പോൾ 2 ദിവസം ഓടിക്കാൻ ഈ കെട്ടുകഥ മതി. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? അവലോകന യോഗം എന്ന വാക്ക് ഞാൻ പിൻവലിക്കാം. നിങ്ങൾ പുതിയ അത് ശരിയാക്കി പറഞ്ഞാൽ മതി. അവലോകന യോഗം എന്ന വാക്ക് ഞാൻ പിൻവലിക്കാം. നിങ്ങൾ ആര് പിൻവലിക്കും? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നിർമ്മിച്ച് വേറെ വഴിക്ക് പോകുന്നത് നിങ്ങൾ ആര് പിൻവലിക്കും? അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി അഭിലാഷ് വിട്ടില്ലേ? അല്ലല്ല, അങ്ങ് കേൾക്കൂ. ശാൽകുമാർ അദ്ദേഹം അവിടെ വെറുതെ പോയതല്ല. വെറുതെ കാറ്റുകൊള്ളാൻ പോയപ്പോ വിഴിഞ്ഞം കയറിയതല്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വെറുതെ വീട്ടിലിരിക്കുകയാണ്, കുടുംബത്തോടൊപ്പം വിഴിഞ്ഞം കാണാൻ പോയേക്കാം എന്ന് വിചാരിച്ച് പോയതല്ല. പിന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതിന്റെ ഭാഗമായി ഇതിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പോയത്. നീ അറിഞ്ഞ ഞാൻ പിന്നെ അത് ഞാൻ പറഞ്ഞതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലോകരെല്ലാം അറിയിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ട്വിറ്റർ അക്കൗണ്ടിൽ ഒക്കെ അതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കപ്പാസിറ്റിയിൽ, ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള നിർമ്മാണ പുരോഗതി വിലയിരുത്തലിന് പോയപ്പോൾ എന്തിനാണ് കുടുംബാംഗങ്ങളെ കൂടെ കൊണ്ടുപോയത്? അത് അനൗചിത്യമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖരന്റെ ആ വേദിയിലെ സാന്നിധ്യം അനൗചിത്യമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി അനൗചിത്യമാണ് ഇതെന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കുമ്പോ എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.